ഇതൊന്ന് ലോക്ക് ചെയ്തു. ഇതിപ്പം അൺലോക്ക്ഡ് ആണ്, നമുക്ക് കാണാം അൺലോക്ക്ഡ് ആണ്. ഞാനൊന്ന് ലോക്ക് ചെയ്തു. അതിനുശേഷം ഈ വാഹനത്തിൻ്റെ ഡോർ അടയ്ക്കുന്നു. പിന്നെ എന്തേ തുറന്നു വരുന്നത്? ബാക്കിലത്തെ ഡോർ ഞാൻ തുറക്കുന്നു. ഇത് ലോക്ക് ചെയ്യുന്നു, ഞാൻ അടയ്ക്കുന്നു. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ കാണിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിലെ ഒരു സൈഡിലെ ഡോറ് മാത്രം അടയ്ക്കുമ്പോൾ നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് ഞാൻ കാണിച്ചത്, നമ്മുടെ വാഹനത്തിൻ്റെ സെൻട്രൽ ലോക്ക് തൽക്കാലം അല്ലെങ്കിൽ സെൻട്രൽ ലോക്ക് നിലവിൽ വർക്കിംഗ് അല്ല എന്ന് സങ്കല്പിക്കാൻ നമുക്ക് മാനുവലായിട്ട് തന്നെ ലോക്ക് ചെയ്താലേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു വാഗണാറാണ്. ഞാൻ ഈ വാഗണാറിൽ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതൊന്ന് ലോക്ക് ചെയ്യുന്നു. ഇതിപ്പം അൺലോക്ക്ഡ് ആണ്, നമുക്ക് കാണാം അൺലോക്ക്ഡ് ആണ്. ഞാനൊന്ന് ലോക്ക് ചെയ്തു. അതിനുശേഷം ഈ വാഹനത്തിൻ്റെ ഡോർ അടയ്ക്കുന്നു. പിന്നെ എന്തേ തുറന്നു വരുന്നത്? ഇനിയിപ്പോൾ ചിലപ്പോൾ ഞാൻ ആക്കിയതിൻ്റെ വല്ല മിസ്റ്റേക്കാണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് ലോക്ക് ചെയ്യുന്നു, പിന്നെ ഞാനിത് അടയ്ക്കുന്നു. പിന്നെയും തുറന്നു വരുന്നു. അങ്ങനെയാണ് നമുക്ക് ബാക്കിലത്തെ ഡോറിൽ ഈ ഒരു പരീക്ഷണം നടത്തി നോക്കാം. ബാക്കിലത്തെ ഡോർ ഞാൻ തുറക്കുന്നു, ഇത് ലോക്ക് ചെയ്യുന്നു, ഞാൻ അടയ്ക്കുന്നു. ലോക്കായല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സൈഡും കൂടെ ഒന്ന് നോക്കാം. ഇനി ചിലപ്പം ആ ഒരു സൈഡ് ഓക്കെ ആയതുകൊണ്ടാണ്. ഇനി ഇതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിപ്പം അൺലോക്ക്ഡ് ആണ്, ഞാൻ ലോക്ക് ചെയ്യുന്നു, ഞാൻ ഈ ഡോർ അടയ്ക്കുന്നു. ലോക്കായി. ഓക്കെ, അപ്പോൾ ഇതും ലോക്കായി. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഈ ഡോറിൻ്റെ വല്ലതും കംപ്ലൈൻ്റ് ആണോ? ഇനി നമുക്കൊന്ന് നോക്കിയാലോ. ഞാൻ ഒന്നുകൂടെ ഒന്ന് ലോക്ക് ചെയ്യുന്നു, ഞാൻ അടയ്ക്കുന്നു. തുറന്നു വരുന്നത്. ചേട്ടാ, ഇതന്നെ പരിപാടിയാണ്. എന്നാൽ ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡ്രൈവർ സൈഡും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. ഡ്രൈവർ സൈഡിലെ ഡോർ നമുക്ക് ഇതുപോലെ അടച്ചു നോക്കിയിട്ട് ഈ ഒരു ഡോറിന് മാത്രം, അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ഡോറിന് മാത്രമാണോ പ്രശ്നമെന്നും കൂടി നോക്കാം. ഞാൻ ഡ്രൈവർ സൈഡിലെ ഡോറ് ഞാൻ ലോക്കാക്കി. അപ്പം ആ ഒരു ഡോർ പിന്നെയും കണ്ടോ, അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇത് ലോക്കാക്കി വെച്ചും. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഡോറിന് വല്ല കംപ്ലൈൻ്റ് ആയിരിക്കും. ഞാൻ ഇതൊന്ന് ലോക്ക് ചെയ്യാണ്. പിന്നെയും തുറന്നു വരുന്നത്. അതെന്നാന്നേ, ബാക്കിലത്തെ രണ്ടെണ്ണം ഒരു കുഴപ്പമില്ലതേ, ലോക്കാണല്ലോ. അപ്പോൾ ഞാനിത് ലോക്ക് ചെയ്ത് ഒന്നുകൂടെ അൺലോക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ലോക്ക് ചെയ്യാണ്. എനിക്കൊന്ന് കാണിച്ചു തരാം. ലോക്ക് ചെയ്ത് ശരി. ഇനി ഞാൻ ഒന്നുകൂടെ അടയ്ക്കുകയാണ്. പിന്നെയും തുറന്നു വരുന്നത്. ശരിക്കും ഇവിടെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രണ്ട് ഡോറുകൾക്കെല്ലാം റൈറ്റ് സൈഡ് ആകട്ടെ ലെഫ്റ്റ് സൈഡ് ആകട്ടെ, നിങ്ങൾ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. ലോക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഹാൻഡിൽ ഡോറിനെ, ഈ കണ്ടോ, ഈ ഡോറിൻ്റെ ഹാൻഡിൽ ഇങ്ങനെ പൊക്കി വെച്ചുകൊണ്ട് അടച്ചു കഴിഞ്ഞാൽ ഇതിനി ലോക്ക്ഡ് ആണ്, അൺലോക്ക് ആകൂല. പടിവാളി, താക്കോലകത്താണെങ്കിൽ തീർന്നു. ഓക്കെ, ഇനി നമുക്ക് ആ സൈഡിലെ ഡോറും കൂടെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ആ സൈഡിലെ ഡോറും കൂടെ ഡിക്കി ഓപ്പൺ ആണെന്ന് നോക്കട്ടെ. രക്ഷപ്പെട്ടു. ഇനി എന്തെങ്കിലും രീതിക്ക് ലോക്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ വണ്ടിയെ കയറണ്ടേ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡോറും കൂടെ ഞാൻ തുറന്നു, ലോക്ക് ചെയ്തു. ഹാൻഡിലെ പിടിച്ചോണ്ട്, കണ്ടോ, ഹാൻഡിൽ പൊക്കി പിടിച്ചോണ്ട് ഞാൻ അടച്ചു കഴിഞ്ഞാൽ യെസ്, ലോക്ക്ഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡും നമ്മൾ വാഹനത്തിൻ്റെ ഡോർ ലോക്ക് ചെയ്യുന്ന സമയത്ത്, അത് ഏത് വാഹനത്തിൻ്റെ ആകട്ടെ, ലോക്ക് ചെയ്യുന്ന സമയത്ത് ഹാൻഡിൽ ബാർ പൊക്കി പിടിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഹാൻഡിൽ പൊക്കി പിടിച്ചുകൊണ്ട് അടച്ചു കഴിഞ്ഞാൽ ലോക്കിലോട്ട് വീഴുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും അത് ലോക്ക് ആകത്തില്ല. ഇതും ശരിക്കും പറഞ്ഞ ഒരു സേഫ്റ്റി ഫീച്ചറിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്.